ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഫെബ്രുവരി 7-ന് ബജറ്റ് അവതരിപ്പിക്കും. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ വാശേറിയ മത്സരത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിൽ പി.വി. അൻവറിന്റെ അഭാവം ശ്രദ്ധേയമാകും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നയപ്രഖ്യാപനത്തോടെയാണ് 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം ആരംഭിക്കുന്നത്. പുതിയ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനമാണ് ഇന്നത്തേത്. സഭാ സമ്മേളനത്തിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഫെബ്രുവരി 7-ന് ബജറ്റ് അവതരിപ്പിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള ബജറ്റിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് കേരളം. അതേസമയം ഇന്നു മുതൽ മാർച്ച് 28 വരെയുള്ള കാലയളവിൽ 27 ദിവസമായിരിക്കും സഭ ചേരുക. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ ജനുവരി 20 മുതൽ 22 വരെയും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ച ഫെബ്രുവരി 10 മുതൽ 12 വരെയും നടക്കും. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പും പി.വി. അൻവറിന്റെ രാജിക്കും ശേഷമുള്ള ആദ്യ സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. സമ്മേളനത്തിന് പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമെത്താനും സാധ്യതയുണ്ട്. പതിവിന് വിപരീതമായി വലിയ വിവാദങ്ങളില്ലാതെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നതെങ്കിലും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കാനും സാധ്യതയുണ്ട്. വിവാദമായ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് 8 MLA-മാർ ഈ സഭയിൽ പങ്കെടുക്കുന്നുണ്ട്. LDF-ൽ മന്ത്രി വി ശിവൻകുട്ടി അടക്കം 4 MLA-മാർ കോളിളക്കമുണ്ടാക്കിയ കേസുകളിൽ പ്രതികളാണ്. UDF-ൽ 3 പേരും ഇരുപക്ഷത്തും ഇല്ലാതെ നിൽക്കുന്ന പി.വി. അൻവറും 8-മനായി പ്രതിസ്ഥാനത്തുണ്ട്. ജനം, തിരുവനന്തപുരം.